ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ നമ്മൾ പൊക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് പൊക്കണ്ട. അവനാന്റെ ഭാര്യയ്ക്ക് നോക്ക്, ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട്. അവനവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഈ വാളൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ. നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷഫീഖ് വലി ദുആ ചെയ്യും, ഷഫീഖ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക. അതിനേക്കാൾ വലിയൊരു കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെയില്ല. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. അതൊരു രസകരമായ ദുആയാണ്. മുത്തുനബിയുടെ ജീവിതം ഒരു വല്ലാത്ത രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്ത് നിന്നും മഴ പോലും വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയെ കാട്ടി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമതു വമാ തഅഖറതു വമാ അഅലൻതു വമാ അസ്ററതു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാ തഖദ്ദമതു, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും, അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ രസകരമായ ദുആയാണ്. പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ല, തലതല്ലി ചിരിക്കുന്നു എന്ന് നാടൻ ഭാഷ പോലെ ഇമാമിനെ തിർമിദി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തിർമിദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ച് ചിരിച്ച് അവസാനം തലതല്ലി ചിരിച്ച് ഹത്താ സകതത് റഅസുഹാ ഫീ ഹുജ്റിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിൽ ഇടിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് 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 തളർന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, അയസറുകി ദുആഇ, അയസറുകി ദുആഇ, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ, ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തലതെത്തുന്നത് ഒരു ദുആ കേട്ട് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 മടം വീതിയും 10 മടം നീളമുള്ള ആകാശത്ത് മഴ പെയ്താൽ ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തള്ളിയാത്തൊടുക്കുന്ന ഒരു കൊച്ചുകൂരയിൽ പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധ
ബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് സൗന്ദര്യം വേണ്ട, കോൺക്രീറ്റ് സൗരത്തിന്റെ ശീതീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കിടന്നു വരാത്ത റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ 8 മണം നീളമുള്ള ഒരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ്, അവിടെയാണ് ആയിഷ ബീവിയുടെ അടുക്കളയുള്ളത്. 8 മണം നീളവും 10 മണം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത് സൂറത്ത് ഹുജറാത്ത്.